ഹലോ മകളെ, 9ാം ക്ലാസ്സിലെ പുതിയ ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ കണ്ടല്ലോ. അപ്പൊ ഈ ടെക്സ്റ്റ് ബുക്കിൽ എന്തൊക്കെയോ കുറച്ച് മാറ്റങ്ങൾ, കുറെ ചാപ്റ്റേഴ്സുകൾ കുറച്ച് ചാപ്റ്റർ ഒക്കെ എക്സ്ട്രാ കയറി വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ കുറച്ച് ചാപ്റ്റേഴ്സുകൾ നിങ്ങൾ ആദ്യമേ പഠിച്ച ചാപ്റ്റേഴ്സ് തന്നെ വീണ്ടും വരുന്നുണ്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഈ പുതിയ മാറി വന്ന ചാപ്റ്റേഴ്സ് നമ്മൾ തമ്മിൽ ഇട്ട പോലെ മിസ്സേ 8ന്റെ ഒരു പണി തന്നെയാണോ അവർക്ക് ഇപ്പൊ ഈ വന്നിരിക്കുന്ന പുതിയ മാത്സിലെ ചാപ്റ്റേഴ്സ്? അപ്പൊ നമുക്ക് ആദ്യം തന്നെ പറയാം, 9ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്നത് 8ന്റെ പണി തന്നെയാണ്. അപ്പൊ 8ന്റെ പണി എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ് ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ ഈ വീഡിയോ ഫുള്ള് കാണാം. യെസ്, അപ്പൊ നമുക്ക് എന്താണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിന്റെ ഫസ്റ്റ് പാർട്ടിൽ നമുക്ക് 7 ചാപ്റ്റേഴ്സ് ആണുള്ളത്. അതെ, 7 പാഠങ്ങളാണ് പഠിക്കാനുള്ളത്. ഇതിന് പ്രശ്നം കഴിഞ്ഞ വർഷം നമുക്ക് ഫസ്റ്റ് പാർട്ടിൽ ഇതേപോലെ 7 ചാപ്റ്റേഴ്സ് തന്നെയായിരുന്നു, വ്യത്യാസമൊന്നുമില്ല, 7 ചാപ്റ്റർ തന്നെയായിരുന്നു. ആകെ 13 ചാപ്റ്റേഴ്സ് ആയിട്ട് നമ്മൾ 9ാം ക്ലാസ് കഴിഞ്ഞ വർഷം. പക്ഷേ കുട്ടികൾക്ക് എപ്പോഴും പറഞ്ഞൊരു കാര്യമുണ്ട്, 9ാം ക്ലാസ്സിലെ മാത്സ് സ്വതവേ കുറച്ച് ടഫ് ആണ് സാധാരണ പഠിക്കുമ്പോൾ മക്കൾ പറയാറ്. അല്ലെ മിസ്, അങ്ങനെ തന്നെയല്ലേ പറയാറ്? നമ്മളും അങ്ങനെ തന്നെയാണ് ചില സമയങ്ങളിൽ പറയാറ്. അതെ, ടീച്ചേഴ്സും അങ്ങനെ തന്നെ പറയാറുണ്ട്. കുറച്ച് എടുക്കാനും കുറച്ച് ബുദ്ധിമുട്ടാണ് 9ാം ക്ലാസ്സിലെ മാത്സ്, 10ലാണ് കുറച്ചുകൂടി എളുപ്പം, അങ്ങനെ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ചേട്ടന്മാരോട് ചോദിച്ചാൽ മതി, അങ്ങനെ ഒരു ടോക്ക് ഉണ്ട്. അപ്പൊ ഇത്തവണ മാറി വന്നത് ഇപ്പൊ ഇവർക്ക് ഉപകാരമായോ അല്ലെങ്കിൽ എന്തെങ്കിലും പുതിയതായിട്ട് കൂടുതൽ പഠിക്കാനാണോ, അങ്ങനെ തന്നെയാണോ ചാപ്റ്റേഴ്സ് ഉള്ളത്? ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. അപ്പൊ മാറി വന്ന ടെക്സ്റ്റ് കാണുമ്പോ എന്തൊക്കെയോ ചെറിയ ഉപകാരങ്ങൾ ഉണ്ട്. യെസ്, 7 ചാപ്റ്ററിൽ നിങ്ങൾക്ക് നോക്കുമ്പോൾ ഉപകാരമുള്ള 2 കാര്യങ്ങൾ വരുന്നുണ്ട്. ബാക്കി 5 തന്നെയാണ് നമ്മൾ ഓൾറെഡി ഉണ്ടായിരുന്ന പഴയ ടെക്സ്റ്റിലെ ചാപ്റ്റേഴ്സ് തന്നെയാണ്. ഒന്നാമത്തെ ചാപ്റ്റർ ഏതാണ് മിസ് വരുന്നത്? നമ്മുടെ ആദ്യത്തെ ചാപ്റ്റർ വരുന്നത് പെയർസ് ഓഫ് ഇക്വേഷൻസ്, സമവാക്യ ജോഡികൾ എന്നുള്ള ചാപ്റ്റർ ആണ്. ചാപ്റ്റർ നമ്മൾ ഓൾറെഡി പഠിച്ച ചാപ്റ്റർ തന്നെയല്ലേ? നമ്മൾ 9ാം ക്ലാസ്സിൽ ഓൾറെഡി പഠിച്ചതും പോരാത്തതിന് 8ാം ക്ലാസ്സിലും അതേപോലത്തെ ഒരു ചാപ്റ്റർ അവർക്ക് ഉണ്ടായിരുന്നു. പേരങ്ങനെയല്ല, എന്നാലും അതേപോലത്തെ ഒരു ചാപ്റ്റർ ഉണ്ടായിരുന്നു അല്ലേ? 8ാം ക്ലാസ്സിൽ നിങ്ങൾക്ക് ഇക്വേഷൻസ്, സമവാക്യങ്ങൾ എന്നുള്ള ചാപ്റ്റർ ഉണ്ടായിരുന്നു, രണ്ടാമത്തെ ചാപ്റ്റർ ആയിരുന്നു. സോ അതിന്റെ കണ്ടിന്യൂവേഷൻ ആയിട്ടാണ് 9ാം ക്ലാസ്സിലെ പെയർസ് ഓഫ് ഇക്വേഷൻ, സമവാക്യ ജോഡികൾ വരുന്നത്. അപ്പൊ അതിനെപ്പറ്റി നമുക്ക് കൂടുതൽ ഒന്നും പറയാനില്ല. ഓൾറെഡി നമ്മുടെ ചാനലിൽ ലൈവ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു, നമ്മുടെ ആപ്പിലും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ ഇനി നമുക്ക് എന്താണ് രണ്ടാമത്തെ ചാപ്റ്റർ? പുതിയ സംഖ്യകൾ, ന്യൂ നമ്പേഴ്സ്. അപ്പൊ ന്യൂ നമ്പേഴ്സ് ഒരു പുതിയ എന്തോ ഒരു സാധനമാണ്. അഖിൽ സാറിന് എന്താണ് 9ാം ക്ലാസ്സിൽ അത് ഇവർക്ക് പുതിയതായിട്ട് അവർ പഠിക്കാൻ പോവാണ്. പക്ഷേ പഴയ 9ാം ക്ലാസ് ടെക്സ്റ്റ് ബുക്കിലുള്ള 2 ചാപ്റ്റർ തന്നെയാണ് ഈ ആദ്യത്തെ 2 ചാപ്റ്റേഴ്സ്. പക്ഷെ അതിന്റെ പൊസിഷൻ വ്യത്യാസമുണ്ടേ. നമ്മൾ ആദ്യം പറഞ്ഞ പേയേഴ്സ് ഓഫ് ഇക്വേഷൻ വരുന്ന പാടല്ലേ, അത് കഴിഞ്ഞ വർഷത്തെ എത്രാമത്തെ 3ാമത്തെ ചാപ്റ്റർ ആയിരുന്നു. ഈ വർഷം അത് 1ാമത്തെ ചാപ്റ്റർ ആയി. ഈ ന്യൂ നമ്പേഴ്സ്, പുതിയ സംഖ്യകൾ, കഴിഞ്ഞ വർഷം 4ാമത്തെ ചാപ്റ്റർ ആയിരുന്നു, ഇപ്പൊ 2ാമത്തായി. പക്ഷെ അവര് കുറച്ചൊരു ഉപകാരമില്ല, അവർക്ക് ഹാപ്പി ന്യൂസ് ആണല്ലോ. ആ ചാപ്റ്റർ കഴിഞ്ഞ വർഷത്തെ അത്ര ഇല്ല ഇപ്പൊ. അപ്പൊ കഴിഞ്ഞ വർഷത്തെ, അതായത് നിങ്ങളുടെ സീനിയേഴ്സിന്റെ ടെക്സ്റ്റ് ബുക്കുമായിട്ട് കമ്പയർ ചെയ്താല് എന്താണ്, അവർക്ക് ന്യൂ നമ്പേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഉണ്ടായിരുന്ന അത്രയും കണ്ടന്റ് നിങ്ങൾക്ക് പഠിക്കാനില്ല. പക്ഷേ പഠിക്കാനില്ല എന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ന്യൂ നമ്പേഴ്സ് എന്നുള്ള ചാപ്റ്ററിൽ പഠിക്കാനില്ല എന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ വേറെ എവിടെയോ വരുന്നുണ്ട്. എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ നമുക്ക് അന്നപ്പോ പറയാം, അവിടെ എത്തുമ്പോ നമുക്ക് 3ാമത്തെ ചാപ്റ്റർ ഏതാ നോക്കാം. 3ാമത്തെ ചാപ്റ്ററുകൾ പഠിക്കാൻ വേണ്ട, കഴിഞ്ഞ വർഷം പഠിച്ച അതേ ചാപ്റ്റർ അല്ലേ. കഴിഞ്ഞ വർഷം പഠിച്ചെന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളെ സീനിയേഴ്സിനെ പറ്റിയാണ് പറയുന്നത്. കഴിഞ്ഞ 9ാം ക്ലാസ് ടെക്സ്റ്റ് ബുക്കിലുള്ള അതേ ചാപ്റ്റർ ആണ് പാരലൽ ലൈൻസ്, സമാന്തര വരകൾ. ഒന്ന് പൊസിഷൻ മാറിക്കുന്നേ, അത് കഴിഞ്ഞ വർഷം 6ാമത്തെ ചാപ്റ്റർ ആണ്, ഈ വർഷം അത് 3ാമത്തെ ചാപ്റ്റർ ആയിട്ട് മാറി. നമുക്ക് പഠിക്കാം. അപ്പൊ പാരലൽ ലൈൻസിനെ പറ്റി നിങ്ങൾക്ക് കുറെ കാര്യങ്ങൾ അറിയാം. കുറച്ചും കൂടെ അഡീഷണൽ ആയിട്ടുള്ള കുറച്ച് പ്രോപ്പർട്ടീസ്, സമാന്തര വരകളെ പറ്റി നമ്മൾ പഠിക്കാണ്. അത്രേ ഉള്ളൂ, വലിയ ടെൻഷൻ അടിക്കേണ്ട ചാപ്റ്റർ ഒന്നല്ല. അടുത്തത് വരുന്ന 4ാമത്തെ ചാപ്റ്റർ ആണ് നമ്മുടെ മൾട്ടിപ്ലിക്കേഷൻ, ഐഡന്റിറ്റീസ്, ഗുണന സമവാക്യം. നമുക്ക് 8ന്റെ ഒരു പണിയാന്ന് പറഞ്ഞത്. 8ന്റെ പണിയാണ്. നിങ്ങളുടെ സീനിയേഴ്സിന്റെ ടെക്സ്റ്റ് ബുക്ക് എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഇതുവരെ ഇങ്ങനെ ഒരു ചാപ്റ്റർ ഉണ്ടായിരുന്നിട്ടില്ല. നിങ്ങളുടെ സീനിയേഴ്സിനും അവരുടെ സൂപ്പർ സീനിയേഴ്സിനും ഇതിന് മുന്നത്തെ ടെക്സ്റ്റിലൊന്നും ഇതുപോലെ ഒരു ചാപ്റ്റർ ആണ്. പക്ഷേ ഇതെങ്ങനെ 8ന്റെ പണി ആയിരുന്നു അറിയോ? ഇത് 2 രീതിയിൽ നമുക്ക് 8ന്റെ പണിയാന്ന് പറയാം. പുതിയതായിട്ട് വന്ന ചാപ്റ്റർ എന്നുള്ള രീതിയിൽ ഒരു 8ന്റെ പണിയാണ്. പക്ഷെ ഇത് ശരിക്കും എന്താണെന്നറിയോ, വേറൊരു രീതിയിൽ ഇത് 8ന്റെ പണിയാണ്. അത് അഖിൽ സാർ എക്സ്പ്ലെയിൻ ചെയ്യും. കഴിഞ്ഞ വർഷം 8ാം ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ച ഒരു ചാപ്റ്റർ, ഐഡന്റിറ്റീസ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ, സർവ്വസമവാക്യങ്ങൾ, അതേ ചാപ്റ്റർ ഇങ്ങോട്ടേക്ക് 9ാം ക്ലാസ്സിലേക്ക് കയറി വന്നിരിക്കുന്നു. ഏതാണ് ചാപ്റ്ററിന്റെ പേരെന്താ മിസ് വരുന്നത്? മൾട്ടിപ്ലിക്കേഷൻ, ഐഡന്റിറ്റീസ്. അപ്പോ ഐഡന്റിറ്റീസ് എന്നുള്ള ചാപ്റ്റർ നിങ്ങൾ 8ൽ പഠിച്ചു. അതിൽ കുറച്ച് ഐഡന്റിറ്റീസ് അങ്ങോട്ട് കട്ടാക്കി കളഞ്ഞിട്ട് ബാക്കി ആ ചാപ്റ്റർ അങ്ങനെ തന്നെ എടുത്തു വെച്ചിരിക്കുന്നത്. 9ാം ക്ലാസ്സിലേക്ക് വെക്കണമെങ്കിൽ ആ ചാപ്റ്റർ എന്തെങ്കിലും ഇമ്പോർട്ടൻസ് ഉണ്ടാവും. ഇമ്പോർട്ടൻസ് ഉണ്ടാവും. ചിലപ്പോൾ നമുക്ക് പറയാം ഇനി വരുന്ന ടെക്സ്റ്റിൽ ചിലപ്പോൾ 8ൽ നിന്ന് ഒഴിവാക്കുക, അങ്ങനെ എന്തെങ്കിലും നഷ്ടമാവില്ല. ആ ഭാഗം നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പഠിക്കുന്ന സമയത്ത് നിങ്ങൾ 10ലും +1 +2ലേക്ക് ഒക്കെ പോകുമ്പോൾ നമുക്ക് വേണ്ട ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ആ ചാപ്റ്ററിൽ പഠിക്കാൻ പറ്റും. അപ്പൊ ഇവരെ സംബന്ധിച്ച് 8ൽ ഐഡന്റിറ്റീസ് നല്ലപോലെ പഠിച്ചൊരു കുട്ടിക്ക് ഇനി ഈ 9th ഈ ചാപ്റ്റർ വരുമ്പോൾ സ്കോർ ചെയ്യാൻ എളുപ്പമാണ്. അതിങ്ങൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല, എളുപ്പമായിട്ട് മാറി. ഓക്കെ, അപ്പൊ അതാണ് നമ്മുടെ 8ന്റെ പണിയായിട്ട് വന്ന നമ്മുടെ മൾട്ടിപ്ലിക്കേഷൻ, ഐഡന്റിറ്റീസ്, ഗുണന സമവാക്യങ്ങൾ.
അടുത്ത ചാപ്റ്റർ ആണ് ഇറാഷണൽ മൾട്ടിപ്ലിക്കേഷൻ. ഇങ്ങനെ ഒരു ചാപ്റ്ററും നമ്മുടെ സീനിയേഴ്സിന്റെ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടായിരുന്നില്ല. പുതിയ ചാപ്റ്റർ ആണ്. പക്ഷേ മിസ് ഈ ചാപ്റ്റർ നമ്മൾ നേരത്തെ ഒരു കാര്യം പിന്നെ പറയാന്ന് പറഞ്ഞില്ലായിരുന്നു, അത് ഇവിടെയാണ് പറയാനുള്ളത്. ടീച്ചർ പറയില്ലേ? അതെ, നമ്മൾ പറഞ്ഞു നമ്മുടെ സീനിയേഴ്സിന്റെ ടെക്സ്റ്റ് എടുത്ത് നോക്കിയാൽ ന്യൂ നമ്പേഴ്സ് പുതിയ സംഖ്യകൾ എന്നുള്ള ചാപ്റ്ററിൽ ഉണ്ടായിരുന്ന അത്രയും ടോപ്പിക് നമ്മുടെ പുതിയ ടെക്സ്റ്റ് ബുക്കിൽ വന്നിട്ടില്ല. പുതിയ ടെക്സ്റ്റ് ബുക്കിൽ ന്യൂ നമ്പേഴ്സിൽ വന്നിട്ടില്ല. എന്താണ് ചെയ്തതെന്ന് അറിയോ? പകുതി ടോപ്പിക് ന്യൂ നമ്പേഴ്സിൽ ഇട്ടു, അതിന്റെ ബാക്കി പകുതിയിലെ പുതിയൊരു ചാപ്റ്റർ ആയി. അപ്പൊ നിങ്ങളുടെ സീനിയേഴ്സ് ഒരു ചാപ്റ്റർ ആയിട്ട് പഠിച്ച കാര്യം ഇനി എന്താണ് നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നു? 2 ചാപ്റ്റർ ആയിട്ടാണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അവരൊരു ഒറ്റ ചാപ്റ്റർ കൊണ്ട് ഫുൾ കവർ ചെയ്ത ടോപ്പിക് മുറിച്ച് പഠിച്ചാൽ മതി. അപ്പൊ സ്കോർ ചാപ്റ്റേഴ്സിന്റെ അവർക്ക് 13 ഉണ്ടായിരുന്നു, നിങ്ങൾക്കും 13 തന്നെ ഉണ്ടാവുള്ളൂ. അപ്പൊ നിങ്ങളുടെ കണ്ടന്റ് കുറഞ്ഞാണ് വരുന്നത്. യെസ്, അവർക്ക് പഠിക്കാനുള്ളത് കുറയാണ്. ന്യൂ നമ്പേഴ്സ് ആകുമ്പോൾ 2 ചാപ്റ്റർ ആയിട്ടാണ് ആ ചാപ്റ്റർ നിൽക്കുന്നത്. പകുതി വരെ അഡീഷൻ സബ്ട്രാക്ഷൻ ഒക്കെ ഒരു ചാപ്റ്ററിൽ, മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും ഒക്കെ കൂടെ നമുക്ക് അടുത്ത ചാപ്റ്ററിലേക്ക് ആയിട്ടാണ് വരുന്നത് കേട്ടോ. അപ്പൊ അങ്ങനെ ഒരു ചാപ്റ്റർ ആണ് അവിടെ വരുന്നത്. അതിനുശേഷം നിങ്ങൾക്ക് പഠിക്കാനുള്ള 2 ചാപ്റ്ററുകളിൽ ഒരെണ്ണം കഴിഞ്ഞ വർഷമുള്ള അതേ പേര് തന്നെയാണ്, സിമിലർ ട്രയാങ്കിൾ. പഴയ ടെക്സ്റ്റ് ബുക്കിലുള്ള അതേ ചാപ്റ്റർ തന്നെയാണ്. സദൃശ്യ ത്രികോണങ്ങൾ 8ാം ക്ലാസ്സിൽ നിങ്ങൾ ഈക്വൽ ട്രയാങ്കിൾസ് പഠിച്ചില്ലേ, തുല്യ ത്രികോണങ്ങൾ. അതേപോലെ നമ്മൾ 2 ട്രയാങ്കിൾസ് എപ്പോഴാണ് സിമിലർ ആവുക, സദൃശ്യമാവുക എന്ന് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ പഠിക്കാൻ പറ്റുന്ന അടിപൊളി ചാപ്റ്റർ ആണ്. നമുക്ക് പഠിക്കണം. അത് കഴിഞ്ഞ് വരുന്ന ചാപ്റ്റർ ഭയങ്കര രസമാണ്. അത് കഴിഞ്ഞ് നമ്മുടെ ഫസ്റ്റ് ടേം ടെക്സ്റ്റിന്റെ ഏറ്റവും ലാസ്റ്റ് വരുന്ന ചാപ്റ്റർ ആണ് നെഗറ്റീവ് നമ്പേഴ്സ്, ന്യൂനസംഖ്യകൾ. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, അതാണ് ഞാൻ പറയാൻ വന്നത്. 7ൽ പഠിച്ചു, 8ൽ പഠിച്ചു, ഇപ്പൊ 9ലും ഈ നെഗറ്റീവ് നമ്പേഴ്സ്. കുറെ പേർക്ക് ഈ നെഗറ്റീവ് നമ്പേഴ്സ് കണ്ടെടുത്താൽ പ്രശ്നമാണ്. പ്രത്യേകിച്ച് ഈ നെഗറ്റീവ് നമ്പർ എങ്ങനെ ആഡ് ചെയ്യുന്നു, സബ്ട്രാക്ഷൻ ആണ്. മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും ഒക്കെ അറിയാം, അഡീഷനും സബ്ട്രാക്ഷൻ ആണ് ഒരുപാട് പേർക്ക് എങ്ങനെ മാറ്റണം, ഇങ്ങനെ കുറച്ച് ഡൗട്ട് ഒക്കെ. അത് നിങ്ങൾ പേടിക്കേണ്ട. നെഗറ്റീവ് നമ്പേഴ്സ് നിങ്ങളെ ഒന്ന് തറവ് ആക്കി പഠിപ്പിക്കാൻ വേണ്ടി ഈ വർഷവും കയറി വരുന്നുണ്ട് നെഗറ്റീവ് നമ്പർ. അപ്പൊ നമ്മുടെ കൂടെ ഇങ്ങനെ നമ്മൾ പറയുന്നത് കൊളക്കിലായിട്ട് ഒഴിയാബാധ എന്ന് പറയാം. അതുപോലെ സ്റ്റാറ്റിസ്റ്റിക്സ് ചാപ്റ്റർ ആണ് എല്ലാ വർഷവും ഒരേപോലെ ഉണ്ടാവാറില്ലേ? ഏത് ടെക്സ്റ്റ് എടുത്ത് നോക്കിയാലും അവസാനത്തെ ചാപ്റ്റർ നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് അല്ലെങ്കിൽ സ്ഥിതിവിവര കണക്ക്, അത് എല്ലാം 8ലും 9ലും 10ലും ഒക്കെ ഉണ്ടാവുന്നതാണ്. അതുപോലെ ഇപ്പൊ നിങ്ങളുടെ കൂടെ വന്നിട്ടുള്ള ഒരാളാണ് നെഗറ്റീവ് നമ്പേഴ്സ്. അപ്പൊ അതിൽ എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് എന്നതൊക്കെ നമുക്ക് നോക്കാം. അപ്പൊ മിക്കതും തന്നെയാണ് നമ്മൾ 8ൽ പഠിച്ച അതേ കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും ഉണ്ടാവുക. നല്ല രീതിയിൽ പഠിക്കാനുണ്ടോ? നിങ്ങൾ 8ൽ പഠിച്ചതിനേക്കാൾ കുറച്ചും കൂടി അടിപൊളിയായിട്ട് നമുക്ക് കുറെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. കുറച്ചും കൂടെ നല്ല നല്ല എക്സാമ്പിൾസും ഒരുപാട് റിയൽ ലൈഫ് സിറ്റുവേഷനും ഒക്കെ ആയിട്ട് നമുക്ക് ഈ ചാപ്റ്റർ ഒക്കെ അടിപൊളിയായിട്ട് പഠിക്കണം. അപ്പൊ 7 ചാപ്റ്റർ നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് പഠിക്കാം. നിങ്ങൾ ടെൻഷൻ അടിക്കാനൊന്നുമില്ല. കുറച്ച് കണ്ടന്റ് ഒക്കെ കൂടും, ചെറിയ രീതിയിൽ നമുക്കൊന്ന് അപ്ഡേറ്റ് ചെയ്ത് പഠിക്കണം. അത് നിങ്ങൾ നല്ലതുപോലെ നമ്മുടെ കൂടെ ഉണ്ടാവില്ലേ, ഏകന്റെ കൂടെ നിങ്ങൾ കട്ടയ്ക്ക് എന്ന് പഠിക്കാൻ വന്നാൽ ഞങ്ങൾ ഉണ്ടാവും അവിടെ നിങ്ങളെ പഠിപ്പിച്ചു തരാൻ. ഒരു സംശയം ഇല്ലാത്ത രീതിയിൽ കംപ്ലീറ്റ് സോൾവ് ചെയ്ത് പോകട്ടോ. നമ്മളിപ്പോ ഓൾറെഡി നമ്മുടെ ലൈവുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ 9th വേണ്ടിയിട്ട്, നമ്മുടെ 9ാം ക്ലാസ്സുകാർക്ക് വേണ്ടിയിട്ട് ഏകണിന്റെ ആപ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആപ്പിന്റെ പേര് എന്താണ്? 9ാം ക്ലാസ്സിന്റെ ആപ്പിന്റെ പേരാണ് വാരിയേഴ്സ്. അപ്പൊ വാരിയേഴ്സ് ബാച്ചിൽ നമ്മൾ എന്താണ്, നമ്മൾ ലൈവ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു, റെക്കോർഡ് ക്ലാസ്സസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ വാരിയേഴ്സ് ബാച്ചിൽ ജോയിൻ ചെയ്ത് 9ാം ക്ലാസ് അടിപൊളിയായിട്ട് പഠിക്കാൻ ആഗ്രഹമുള്ള മക്കളൊക്കെ ഇപ്പൊ ജോയിൻ ചെയ്താൽ അവർക്ക് 14 ദിവസത്തേക്ക് ഫ്രീ ട്രയൽ ആണ്. അപ്പൊ നിങ്ങൾക്ക് ക്ലാസ് ഒക്കെ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ പറ്റും, പർച്ചേസ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഇപ്പോൾ ആ ചാൻസ് യൂസ് ചെയ്യുക. പ്ലേ സ്റ്റോറിൽ പോയി ഏകൻ ലേണിംഗ് ആപ്പ് അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ ഒരു നമ്പർ തരുന്നുണ്ട്, ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ പറ്റും. അപ്പൊ ആരും പേടിക്കേണ്ട. 9ാം ക്ലാസ് മാത്സ് നമ്മൾ സെറ്റ് ആയി കൊടുക്കില്ലേ? ഞങ്ങൾ 2 പേരുണ്ടായിരിക്കും. സോ ഏകന്റെ ഒപ്പം ഞങ്ങൾക്ക് 2 പേർക്കൊപ്പം അടിപൊളിയായിട്ട് നമുക്ക് പഠിക്കാം. അപ്പൊ എല്ലാ മക്കൾക്കും ഓൾ ദി ബെസ്റ്റ്.